നമസ്കാരം. തുപ്പലുണ്ടാക്കുന്ന ഗ്രന്ഥി 3 സെറ്റാണ്. അത് മേജർ സലവറി ഗ്ലാൻഡ്സിൽ. അതിനകത്ത് ഒരു സെറ്റാണ് പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ വരണം, ഇവിടെ വരണം. ആ പരോട്ടിഡ് ഗ്ലാൻഡിൽ അഥവാ പഴുപ്പ് വരുവാണെങ്കിൽ അതിനാണ് പരോട്ടിഡ് ആബ്സസ് എന്ന് പറയുന്നത്. ആ പരോട്ടിഡ് ആബ്സസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, വായ്ക്കകത്തുള്ള ഓറൽ ഹൈജീൻ മോശമാണെങ്കിലോ, ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉമിനീർ നോർമലായിട്ട് ഉണ്ടാവുന്നില്ല, പ്രൊഡക്ഷൻ കുറവാണെങ്കിലോ, അതല്ല ഈ ഇടയ്ക്കായിട്ടൊരു ഓറൽ സർജറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർജറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം കുടിച്ചത് കുറവാണെങ്കിലോ, ഒരുപാട് ദേഹത്ത് വെള്ളം കുറവാണെങ്കിൽ, ഈ ഇത്രയും കാരണം ഉണ്ടെങ്കിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പരോട്ടിഡ് ഗ്ലാൻഡിൽ തുടങ്ങാം. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ സ്ട്രെപ്റ്റോകോക്കസ് അല്ലെങ്കിൽ സ്റ്റെഫിലോകോക്കസ് ആയിരിക്കും. ആ ഇൻഫെക്ഷൻ ചെറിയ ചെറിയ ആബ്സസ് പഴുപ്പ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം ചേർന്ന് ഒന്നിച്ചായി ഒരു വലിയ ആബ്സസ് ആയിട്ട് അത് മാറും. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻറ്റ് സ്ലൈറ്റായിട്ട് പനി കാണും. അതിൻ്റെ കൂടെ തന്നെ ചെവിയുടെ താഴെ പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ആ സ്ഥലത്ത് നല്ല വീക്കം തുടങ്ങും, വേദന ഉണ്ടെന്നും പറയും. നമ്മൾ പേഷ്യനെ കാണുമ്പം പനി ഉണ്ടാവും. ആ പരോട്ടിഡ് ഗ്ലാൻഡ് സ്ഥലത്ത് അവിടുത്തെ സ്കിന്ന് ചുമന്നിരിക്കും, തൊടുമ്പം വേദന ഉണ്ടെന്ന് പറയും. പിന്നെ നല്ല വേദന ഉണ്ടാവും. വാ തുറക്കുമ്പം വേദന കാണത്തില്ല. വാ തുറന്ന് നോക്കുമ്പം ആ പരോട്ടിഡ് ഗ്ലാൻഡ് അവിടെ ഒന്ന് മസാജ് ചെയ്യുമ്പം അവിടെ ഒരു ഡക്റ്റ് ഉണ്ട്, അവിടുത്തെ ഓപ്പണിങ്, ആ ഡക്റ്റിൻ്റെ അവിടെ നിന്ന് പഴുപ്പ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡയഗ്നോസിസ് ഓൾമോസ്റ്റ് കൺഫേം ആയി. ഇതുപോലെ തന്നെ വിടുവാണെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വിടുവാണെങ്കിൽ, ആ പഴുപ്പ് അവിടെ നിന്ന് കഴുത്തിൽ ഇതുപോലെ വേറെ സ്പേസസിലോട്ട് മാറി ഇൻഫെക്ഷൻ കൂടും, പടരും. ഇപ്പോൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ചോദിക്കുവാണെങ്കിൽ, CBC, CRP, പ്രോകാൽസിറ്റോണിൻ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എല്ലാം ഹൈ ആയിരിക്കും. ഉടനെ തന്നെ ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ CT സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിൽ എത്ര ശതമാനം വരെ അത് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത്. അപ്പോൾ പഴുപ്പ് നല്ലപോലെ ചെറിയ പഴുപ്പാണെങ്കിൽ നമുക്ക് നീഡിൽ വെച്ച് അത് ഉള്ളതെല്ലാം എടുക്കാൻ പറ്റും. വലിയ പഴുപ്പാണെങ്കിൽ അത് ഇൻസിഷൻ ഡ്രെയിനേജ് ചെയ്താലേ മാറത്തുള്ളൂ. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് ഇൻസിഷൻ ഡ്രെയിനേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് മൊത്തം പഴുപ്പ് അകത്തുനിന്ന് ഇളക്കി IV ആൻറ്റിബയോട്ടിക്കും അനാൽജസിക്കും അതിൻ്റെ മുകളിൽ കുറച്ച് ചൂട് വെക്കാൻ പറയും. ഒരു ടൈറ്റ് ബാൻഡേജും ഉണ്ടാവും. ഒരുപാട് വെള്ളം കുടിക്കണം പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ. നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻസിഷൻ ഡ്രെയിനേജ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സും വേദനയ്ക്ക് വേണ്ടിയുള്ള മരുന്ന് 2 ദിവസവും മൾട്ടി വൈറ്റമിൻ കാണും. ആ ഊണ്ട് എല്ലാ 3 ദിവസവും ഡ്രസ്സ് ചെയ്യാൻ പറയും. അടുത്തുള്ള ഹോസ്പിറ്റലിലോ നമ്മുടെ അടുത്ത് വന്നോ ഡ്രസ്സ് ചെയ്യാം. ഒരു 7 ദിവസം ആകുമ്പോൾ ആ ഊണ്ട് ക്ലിയർ ആവും. അപ്പോൾ വീട്ടിലുള്ള സമയത്ത് നോർമൽ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക. ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞ് ബെഡിൽ കുത്തിയിരിക്കരുത്. എല്ലാ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാട് വെള്ളം കുടിക്കണം. കഴുത്ത് നോർമലായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ അനക്കാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണ് പരോട്ടിഡ് ആബ്സസ് നമ്മൾ ചികിത്സിക്കുന്നത്. നമസ്കാരം.